8 വർഷം മുൻപേ ഫോട്ടോഗ്രാഫിയിലേക്ക് ഇറങ്ങി നിരവധി ഫോട്ടോകൾ എടുക്കുകയും നിരവധി യാത്രകളും നടത്തിയ ഷഹൻ അബ്ദുൾ സമദാണ് ഇന്ന് അതിഥിയായി എത്തുന്നത്. ഷഹന്റെ ഫോട്ടോ എക്സിബിഷൻ കോഴിക്കോട് ഗുജറാത്തി സ്ട്രീറ്റിലുള്ള ഹുദം ആർട്ട് ഗാലറിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒരു ചെറിയൊരു പയ്യൻ്റെ അറിയപ്പെടാത്ത യാത്രകളുടെ നിറക്കൂട്ടുകൾ നിങ്ങളെ അറിയിക്കാൻ അല്ലെങ്കിൽ അത് കാണിക്കാൻ ആ പയ്യൻ്റെ വിശേഷങ്ങൾ കേൾക്കാനൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇതാണ് കക്ഷി. ഷഹൻ അബ്ദുൾ സമദ് എന്നാണ് പേര്. നല്ലൊരു യാത്രക്കാരനാണ്, കിടുക്കൻ ഫോട്ടോഗ്രാഫറാണ്. പിന്നെ കുറേ വിശേഷങ്ങൾ വേറെ ഉണ്ട്. ആദ്യം ജസ്റ്റ് ആളെക്കുറിച്ചൊന്ന് അറിയുന്നതിന് മുമ്പ് ആളെടുത്ത കുറച്ച് ഫോട്ടോ നമുക്കൊന്ന് കാണാം. എന്നിട്ട് തിരിച്ചു വന്ന് ബാക്കി വിശേഷങ്ങളെല്ലാം കേൾക്കാം. കുറേ യാത്രക്കാരെ കണ്ടിട്ടുണ്ട്, മറ്റു കുറേ ഫോട്ടോഗ്രാഫർമാരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരേ സമയം യാത്ര ഒപ്പം ഫോട്ടോഗ്രാഫി, അതാണ് കിടുക്കൻ ഫോട്ടോകൾ. എങ്ങനെയാണ് ഈ മേഖലയാണ് എൻ്റെ മേഖല എന്ന് മനസ്സിലായി? ഇത് യാദൃശികമാണ്. യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. ഫോട്ടോഗ്രാഫി അതിന് മുകളിൽ ഇഷ്ടമാണ്. അപ്പം യാത്ര ചെയ്യുമ്പോൾ ആൾക്കാരെ ലൈഫുകൾ മനസ്സിലാക്കാൻ തുടങ്ങിയ സമയത്ത് യാദൃശ്ചികമായിട്ട് തന്നെ എൻ്റെ ലൈഫ് സ്റ്റൈലേ മാറി. അപ്പോൾ ഞാൻ എടുക്കുന്ന ഫോട്ടോസും എനിക്കതൊരു ഇമോഷനുള്ള ഫോട്ടോസ് വേണം. അപ്പം ആ ഇമോഷൻ ഞാൻ മാത്രം മനസ്സിലാക്കിയാൽ പോരാ, ഈ നാട്ടിൻ്റെ ഒരു ഉറങ്ങിക്കൊള്ളുന്ന നാട്ടുകാരെ എനിക്ക് കാണിക്കണം. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും അവിടുത്തെ ആൾക്കാരെ ലൈഫ് എങ്ങനെയാണെന്നും ഇങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. നമ്മളിവിടുത്തെ നാട്ടുകാർ ഒരുപാട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അത് നമ്മളെ ചുറ്റുമുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. അപ്പം ഇതിൻ്റെ മുകളിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഈ ഇന്ത്യയിൽ തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ ഒരു യാത്ര ഫസ്റ്റ് കർണാടകയിൽ നിന്നാണ് തുടങ്ങുന്നത്. 16-ാമത്തെ വയസ്സിൽ തുടങ്ങിയെന്ന് തോന്നുന്നു. അന്ന് ക്യാമറ എങ്ങനെ കിട്ടി? ക്യാമറ SLC പാസ്സായ സമയത്ത് എൻ്റെ ഉമ്മയാണ് ക്യാമറ അറിയാമായിരുന്നോ? ഇതാണ് അല്ല, നോർമലി ഞാൻ ആദ്യം വരക്കായിരുന്നു. വരക്കുന്ന ഇതിൽ ഞാൻ ആ സമയത്ത് ഫോണൊന്നും അത്ര വലിയ നമുക്കൊന്നും ആരും വാങ്ങിത്തരാത്ത ഒരു ഇതാണ്. അപ്പം ലാൻഡ്സ്കേപ്പ് വരക്കുകയാണെങ്കിലൊക്കെ ഞാൻ എൻ്റെ നാട്ടിലെ ഫോട്ടോസൊക്കെ തന്നെയാണ് വരക്കാറ്. അപ്പോൾ ഉമ്മയാണ് എനിക്ക് 10th പഠിക്കുന്ന പാസ്സായ സമയത്ത് എനിക്ക് ക്യാമറ വാങ്ങിത്തന്നു. അപ്പം പിന്നെ +1 +2 ഒക്കെ പഠിച്ചു. സാധാ ചുമ്മാ വെറുതെ ഫോട്ടോകൾ എടുത്തു, വെറുതെ ഫോട്ടോസൊക്കെ എടുത്ത് അത് പെയിൻറ് ചെയ്യും. അങ്ങനെയായിരുന്നു ഒരു ഹോബി ഉണ്ടായിരുന്നു. പിന്നെ +1 +2 പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലായ സമയത്ത് എനിക്ക് ക്യാമറ യൂസ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. നാട്ടിൽ വരുന്ന സമയത്ത് യൂസ് ചെയ്യാൻ മാത്രമേ പറ്റൂ. ഇല്ല, അതും മാസത്തിൽ ഒരിക്കലൊക്കെ വരാറുള്ളൂ. അപ്പം അങ്ങനെ സമയത്ത് നാട്ടിൽ വരുന്ന സമയത്ത് ഈ പറഞ്ഞ കുറച്ച് ഏതെങ്കിലും അടുത്തുള്ള സ്ഥലങ്ങൾ, പ്രകൃതിയായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ എനിക്ക് മനസ്സിലായി പെയിൻറ് ചെയ്യുന്നുണ്ട് കളറൊക്കെ എനിക്ക് എങ്ങനെ ക്യാമറ കിട്ടുന്നു, അതൊക്കെ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ചിത്രം വരക്കുന്നതിലും കുറച്ചും കൂടി നല്ലത്, കുറച്ചും കൂടി ആൾക്കാരെ നമുക്കൊരു ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റുന്നത് ഫോട്ടോസിലെ കൂടി നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ +2 കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഒരു കരിയർ ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് ഈ ഫോട്ടോഗ്രാഫി കൊണ്ട് പോവാം. അങ്ങനെയാണ് ഞാൻ ഫോട്ടോഗ്രാഫി ഡിഗ്രി എടുക്കുന്നത്. എന്നാൽ നമ്മുടെയൊക്കെ ഒരു സൊസൈറ്റിയിൽ മോൻ ഫോട്ടോഗ്രാഫിയിലേക്ക് ഡിഗ്രിക്ക് പോകാന്നൊക്കെ പറഞ്ഞാൽ വീട്ടുകാർ സമ്മതിക്കും? അന്ന് സമ്മതിച്ചായിരുന്നു? എൻ്റെ വീട്ടുകാരെ എല്ലാം സപ്പോർട്ടായിരുന്നു, നല്ല സപ്പോർട്ടാണ്. മക്കൾക്ക് എന്താ പഠിക്കാനുള്ള ആഗ്രഹം, അത് സാധാരണ നമുക്ക് എഞ്ചിനീയർ ആണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വീട്ടിലുണ്ടായിരുന്നില്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും, എൻ്റെ ഫാമിലിയിലെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ പറയും. ഒരു സ്റ്റുഡൻറ്റിൻ്റെ സഞ്ചാരി ആകുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം പൈസ ആയിരിക്കും. അത് ഫോട്ടോ എടുത്തുണ്ടാക്കുമായിരുന്നു അതോ വീട്ടിൽ നിന്ന് തരുവാണോ? ആദ്യമൊക്കെ വീട്ടിൽ നിന്നായിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു തരുന്നത്. പിന്നെ ഞാൻ തന്നെ ഫോട്ടോ കുറച്ച് ഫ്രീലാൻസ് ആയിട്ടൊക്കെ ചെയ്യാൻ തുടങ്ങി. ഏത് മാർഗ്ഗമാണ് യാത്ര ചെയ്യാം? ഞാൻ ഒരു നാടിൻ്റെ എന്താണോ ലോക്കൽ ട്രാൻസ്പോർട്ട്, ഇതിലാണ് ഞാൻ ട്രാവൽ ചെയ്യാറ്. ഇവിടുന്ന് നമ്മൾ എങ്ങനെയോ ബൈക്കാണോ അതോ കാറോ? ഇവിടുന്ന് ട്രെയിനിലാണ് പോകുക.
ട്രെയിനിലെത്തിക്കാൻ ഇപ്പം രാജസ്ഥാനിലേക്ക് പോകുമ്പോൾ ബസ് ഏതാണ് അതിലേക്ക് പോവുക. അങ്ങനെയാണ് ഞാൻ ട്രാവൽ ചെയ്യുക. ലോക്കൽ ട്രാൻസ്പോർട്ട് എന്താണോ അതിലാണ് ഗ്രാമങ്ങളിലേക്ക്. ഒറ്റയ്ക്കായിരിക്കുമോ? അധികം ഒറ്റയ്ക്ക് ഉണ്ടാവാറുണ്ട്, ആൾക്കാരുണ്ടാവാറുണ്ട്, മിക്സായിട്ട്. ഈ പൈസയും മനസ്സൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് നേരിടേണ്ട ഒരു വെല്ലുവിളി ഭാഷയാണ്. ഭാഷ ഇംഗ്ലീഷും ഹിന്ദിയും അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഉൾഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടേതായ അതെങ്ങനെ മാനേജ് ചെയ്യും? ഫോട്ടോഗ്രാഫിയാണ് ലാംഗ്വേജ്. ഷാഹിൻ്റെ ഫോട്ടോ കണ്ടപ്പം കുറേ വെറൈറ്റി ഹോളി ആഘോഷങ്ങൾ കണ്ടു. ഈ വിഡോസ് ഹോളി, ട്രാൻസ് ഹോളി, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് നടക്കുന്നത്. ആണ്. അത് കുറച്ച് വർഷമായിട്ടുള്ളൂ ഈ വിഡോസ് ഹോളി തുടങ്ങിയിട്ട്. വിഡോസുകളും അവരും ആഘോഷിക്കണം. അവരും ഒന്നുമില്ലാത്ത ആൾക്കാരല്ല, അവർക്കൊന്നും ഹാപ്പിനെസ് ഇല്ല. അതായത് അവരൊന്നും ചെയ്യാൻ ഇവിടെ നാട്ടിലൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ കണ്ട സമയത്ത് ഒരു NGO മുന്നോട്ട് വന്നു, അവരെ ആഘോഷിപ്പിക്കുക. ഫ്ലവറൊക്കെയാണ് ഇവരെ പുറത്തേക്ക് വീണത്. ഞാൻ ഫസ്റ്റ് ഇയർ പോകുന്ന സമയത്ത് കുറച്ച് ആൾക്കാരെ ഉണ്ടായുള്ളൂ. പിന്നെ ഇപ്പം ലാസ്റ്റ് ഇയർ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വെച്ചാൽ ഫോട്ടോഗ്രാഫേഴ്സ് മാത്രമേ ഉള്ളൂ. അതെടുക്കാൻ വേണ്ടി സ്പെഷ്യലായിട്ടായി. ഇപ്പം ബാക്കി മറ്റേ ട്രാൻസ് ഹോളി എന്ന് വെച്ചാൽ സൈഡിൽ ഇതാക്കുന്നത് ഈ ട്രാൻസ്ജെൻഡേഴ്സും അവരെ ആഘോഷിക്കും. ഈ വേറൊരു സമയത്താണ് ഈ നന്ദകോണ്ട് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഇതുണ്ട്, ഹോളിയുണ്ട്. ഒരു സ്ഥലമാണ് നന്ദകോണ്ട്, അവിടെ നടക്കുന്ന ഹോളിയുണ്ട്. ആ സ്ഥലത്ത് ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവർ ആഘോഷിക്കലുണ്ട്. അവിടെ ഭയങ്കര ഫ്രീഡമാണ്. ആരും ഇങ്ങനത്തെ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർ അവിടെ കയറാൻ പാടില്ല. ടെമ്പിളാണ്, ഇങ്ങനത്തെ ആൾക്കാർ അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു വേർതിരിവില്ല. ആർക്കും വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ആഘോഷിക്കാം. ഈ ഇത്ര നാൾ പോയതിൽ ഏറ്റവും അടിപൊളി സ്ഥലം ഏതാ? ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പം കശ്മീരിലെ അപ്പിഡോസുകളിലെ ലൈഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വന്തമായിട്ട് എടുത്ത ചിത്രം ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുട്ടി തോണി ദാൽ ലേക്കിലേക്ക് ഒരു സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് തോണിന് പോകുന്നുണ്ട്. അത് എനിക്കൊരു ഞാനിങ്ങനെ രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയതായിരുന്നു. അപ്പോൾ തോണിയിൽ വരുന്ന സമയത്ത് ഒരു കുട്ടി ഇങ്ങനെ സ്പീഡിൽ സ്കൂളിൽ ടൈം ആയതാണ് സിംഗിളായിട്ട് ഇങ്ങനെ തോണി ഇങ്ങനെ പോവുകയാണ്. പോയ സമയത്ത് ഞാൻ ഇവിടെ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ക്യാമറ ഉണ്ടാവും. അപ്പോൾ ഞാൻ ആ ഒരു സിറ്റുവേഷൻ ഞാൻ എടുത്തു. എനിക്ക് ഭയങ്കര ഫീലായിരുന്നു. അവരുടെ ലൈഫ് എനിക്ക് ഭയങ്കരമായിട്ട് പിന്നെ എനിക്ക് അറിയാൻ കിട്ടില്ല. കുട്ടി ഭയങ്കര സ്പീഡിലായിട്ട് ഞാൻ അതിൻ്റെ ബാക്കിൽ നിന്നൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ ഫോട്ടോ ഒന്നും എഡിറ്റ് ചെയ്യാറില്ല എന്നതാണ് പ്രത്യേകത? ഫോട്ടോ എഡിറ്റ് ചെയ്യാറില്ല, ഒട്ടും ഇല്ല. എടുക്കുമ്പോൾ തന്നെ മാക്സിമം എങ്ങനെയാണ് ഔട്ട് വേണ്ടത് അതുപോലെ എടുക്കാം. ഈ നല്ല ബുദ്ധിമുട്ടെടുത്ത പടം ഏതാ? കുംഭമേള അതുപോലെ ഹോളി കുറച്ച് ബുദ്ധിമുട്ട്. ഫസ്റ്റ് പോയ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പൊടി മൂക്കിലൊക്കെ ഇങ്ങനെ കയറും. ഫസ്റ്റ് പോയ സമയത്ത് റിസ്ക് എടുത്ത ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ വന്ന് തിരക്കല്ലാതെ നമ്മൾ ഡേഞ്ചർ സിറ്റുവേഷനിൽ നിന്ന് എടുത്ത പടം അങ്ങനെ ഉണ്ടാവും. ഡേഞ്ചർ എന്ന് വെച്ചാൽ ഞാനിപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ സാഹസികമായിട്ട് എടുക്കാറില്ല. എടുത്തിട്ടുണ്ട്. ഞാനൊരു സ്റ്റാർ ട്രയൽസൊക്കെ നക്ഷത്രങ്ങളുടെ സഞ്ചാരമൊക്കെ എടുത്തിട്ടുണ്ട്. അതൊരു -6 ഡിഗ്രി ഉള്ള സ്ഥലത്തു നിന്നാണ് ഞാൻ എടുത്തത്. ഏകദേശം 2-3-4 മണിക്കൂറൊക്കെ നിന്നിട്ടാണ് ആ ഫോട്ടോ എടുത്തത്. ഒറ്റ ഷോട്ട് കമ്പൈൻ ചെയ്യാനാണ്. കുറേ ഫോട്ടോ ഇങ്ങനെ ക്ലിക്ക് ചെയ്യണം. അപ്പം ആ സമയത്ത് -6 ഡിഗ്രിയാണ്. അപ്പോൾ ഹിമാചലിലാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ഈ സ്റ്റാർ ട്രയൽസ് എടുക്കണമെങ്കിൽ ഒട്ടും ലൈറ്റ് ഇല്ലാത്ത സ്ഥലം വേണം. അപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് മലൻ്റെ മുകളിൽ കയറി അവിടെ ട്രൈപ്പോഡൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഏകദേശം 12 മണി മുതൽ ഒരു 3:30-4 മണി വരെ അവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തു. അപ്പം ആ സമയത്ത് ഭയങ്കര ഇറിറ്റേഷനായി. ഓക്സിജൻ്റെ അളവ് കിട്ടില്ല, ശ്വാസം അധികം വലിക്കാൻ കഴിയില്ല. വെള്ളം കുടിച്ചു കഴിഞ്ഞാലും അത് നമുക്ക് അധികം അറിയില്ല. അങ്ങനെയൊക്കെ കുറച്ച് റിസ്ക്കുള്ള ഫോട്ടോ ഒക്കെ ഉണ്ട്. അതൊക്കെ കൂടുതൽ ഫോട്ടോയും കേരളത്തിന് പുറത്താണ്. കേരളത്തിലേക്ക് വന്നിട്ട് അധികം ചെയ്യുന്നില്ല. തെയ്യം സ്പെഷ്യലാണെന്ന് തോന്നുന്നു. തെയ്യം ഞാൻ കണ്ണൂരുകാരനാണ്. അപ്പം പൊതുവേ ഞാനിങ്ങനെ തെയ്യത്തെ ഞാൻ ഒരുപാട് പഠിക്കാൻ നോക്കിയിട്ടുണ്ട്, ഒരുപാട് ക്യാപ്ചർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പം തെയ്യം ഞാനിപ്പം എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഞാൻ തെയ്യം തന്നെയാണ് ഫോട്ടോഗ്രാഫി തെയ്യം ബേസായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം തെയ്യം എനിക്ക് ഫോട്ടോഗ്രാഫിയിൽ എനിക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആയത് തെയ്യം എടുത്തിട്ടാണ്.
അപ്പോൾ തെയ്യത്തിൻ്റെ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് സെറ്റ് ഇടാനൊന്നും കഴിയില്ല. പെട്ടെന്ന് അതൊരു ഫെസ്റ്റിവൽ എന്താണ് നടക്കുന്നത് അത് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പം ക്യാമറ ശരിക്കും മേലാവുന്നത് തെയ്യങ്ങളൊക്കെ എടുത്തിട്ടാണ്. അപ്പോൾ ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് എത്തണമെങ്കിൽ പെട്ടെന്നുള്ള മൂവ്മെൻറ്റും ആണ്. അതെങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നു അതാണ് ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫർ. മൂവ്മെൻറ്റിനെ എങ്ങനെ നല്ലോണം ക്യാപ്ചർ ചെയ്യുന്നു അതാണ് നല്ലൊരു ഫോട്ടോഗ്രാഫർ. പക്ഷെ ഇപ്പം ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചാൽ എങ്ങനെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാലും ഫോട്ടോഷോപ്പിൽ ചെയ്യാവുന്നതാണ്. എന്നാലും ഫോട്ടോ എടുക്കണം, നല്ല രീതിയിൽ തന്നെ എടുക്കണം. പക്ഷെ നല്ല കളർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഓരോ ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല നമുക്ക് ഭയങ്കര ക്യാച്ച് ചെയ്യുന്ന ഫോട്ടോ എടുത്ത് പോകുമ്പം മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച വല്ല സംഭവങ്ങളും ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞ വിഡോസ്, വിഡോസ് കാശ്മീരിലെ വിഡോസ്. പക്ഷെ അവരെ ഡേ ടു ലൈഫൊക്കെ ഞാൻ ആദ്യം ഇങ്ങനെ ഒന്നും നടക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. അതായത് എനിക്കിപ്പം വീട്ടിൽ ഫുഡ് വേണമെങ്കിൽ എനിക്ക് വെള്ളം കണ്ടതിനാൽ അല്ലാതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടതിനാൽ ഭയങ്കരമായ ഷൗട്ട് ചെയ്യുന്ന ആളാണ്. പക്ഷെ എനിക്കിങ്ങനെ സത്യം ഞാനിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ലൈഫ് സ്റ്റൈൽ തന്നെ ഞാൻ മാറി. ഇത് പല ആൾക്കാരെ കാണുമ്പോൾ ഞാൻ കർണാടക എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവൻ്റെ വീട്ടിൽ ടോയ്ലറ്റ് ഇല്ല. ഞാൻ രാവിലെ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി നോക്കിയ സമയത്ത് അവിടെ പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെയാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ ആലോചിച്ചത് നമ്മളൊക്കെ സ്വർഗത്തിലാണ്, നമുക്കൊരു പ്രശ്നങ്ങളും ഇല്ല. ഇത് നമ്മുടെ തൊട്ട് അയൽ സ്റ്റേറ്റാണ്, ഇവിടെ ടോയ്ലറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാം. നമ്മളിതൊന്നും ആലോചിക്കുന്നില്ല. നമ്മളൊക്കെ ഉള്ളിൽ നിന്ന് ഭയങ്കര ഇതൊക്കെ പറയുന്ന ആൾക്കാർ, പൊങ്ങച്ചൊക്കെ പറയുന്ന ആൾക്കാർ. ഇതൊന്നും ലൈഫ് എക്സ്പീരിയൻസ് അവരുടെ അടുത്ത് പോയി. ഞാനിപ്പോൾ MFA ചെയ്തുകൊണ്ടിരിക്കുക. MFയും ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുണ്ട്. എന്താ അൾട്ടിമേറ്റ് എയിം എന്താ? അൾട്ടിമേറ്റ് എയിം ഞാൻ യാത്ര ചെയ്ത ഇതിലൂടെ ഒരുപാട് ആൾക്കാരെ എനിക്കും കാണിക്കണം. ശരിക്കും റിയൽ ഇന്ത്യ ഇങ്ങനെയല്ല. നിങ്ങൾ കാണുന്ന ഈ കശ്മീർ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്ന സ്വർഗം ഇതല്ല, അവിടുത്തെ ആൾക്കാരുടെ ലൈഫ് ഇങ്ങനെയാണ്. അങ്ങനെ എനിക്ക് കുറച്ചൊന്നും ആൾക്കാരെ മനസ്സിലാക്കാനുണ്ട്. കുറേ ആൾക്കാരിങ്ങനെ അവരെന്താ അറിയില്ല, അവർക്ക് എല്ലാവർക്കും ട്രിപ്പ് പോയി സ്റ്റാറ്റസ് ഇടുക അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലൈഫ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കമ്പനി തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ട്രാവൽ കഫേയാണ്, കണ്ണൂരാണ്. അപ്പോൾ ട്രാവൽ കഫേൻ്റെ മെയിൻ ഉദ്ദേശം ഇതുപോലെ യാത്ര ചെയ്യുക. ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരെ ഗ്രാമങ്ങളിൽ യാത്ര ചെയ്യുക, അവരുടെ ലൈഫ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക. അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാനിപ്പോൾ എൻ്റെ കഫേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ എന്താ പ്രവർത്തനം നടക്കുന്നത്? ട്രാവൽ കഫേ എന്ന് പറയുമ്പോൾ സാധാരണ കഫേ മൂഡാണോ? അല്ല, കഫേ മൂഡല്ല. യാത്ര ചെയ്യാൻ, നിങ്ങളിപ്പോൾ ഒരു യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന ഹെൽപ്പ് ചെയ്യാം. അപ്പം അത് നമ്മളെ കൂടെ തന്നെ വരണമെന്ന് നമ്മൾ പറയില്ല. ഇപ്പോൾ യാത്ര ഇപ്പോൾ നിങ്ങളിപ്പോൾ ലോങ്ങിൽ നിന്ന് യാത്ര വരുന്നത് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ അക്കോമഡേറ്റ് ചെയ്യും. ഇന്നത്തെ ഇപ്പോൾ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു റെസ്റ്റ് റൂം, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന എവിടേക്കാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ്. അതൊരു ബിസിനസ് ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അല്ല, ബിസിനസ് ആയിട്ട് ഉദ്ദേശിക്കുന്നില്ല. കുറച്ചും കൂടിയും ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരിക. അതായത് ഈ ഒരു ജനറേഷന് നമ്മൾ കുറച്ചും കൂടിയും ഈ എഞ്ചിനീയർമാർ കുറേ ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഫോട്ടോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എൻ്റെ വെച്ചാൽ ഈ ഡോക്ടറും എഞ്ചിനീയറും മാത്രം ആയാൽ പോരാ. ചില ആൾക്കാർക്ക് നല്ല ബ്ലോഗർ ആവാൻ കഴിയും, ചില ആൾക്കാർക്ക് നല്ല സ്റ്റോറി ടെല്ലിങ് മറ്റേതൊക്കെ ചെയ്യാൻ പറ്റും, ചില ആൾക്കാർക്ക് നമ്മൾ ഈ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ചെയ്ത് പറ്റും. ഓരോരാൾക്ക് ഓരോ പാഷൻ ഉണ്ടുള്ളിൽ. പക്ഷേ വീട്ടുകാരെ പിടിച്ചതൊന്നും ആരും പറയില്ല. അപ്പം അത് പാഷനെ മനസ്സിലാക്കി എഞ്ചിനീയർ ഡോക്ടർ അതൊക്കെ ഒരുപാടായി. അതിപ്പം വീട്ടുകാർക്ക് തന്നെ മനസ്സിലായി എഞ്ചിനീയറായിട്ട് ആരില്ല, ഒരുപാടായല്ലോ. അപ്പം ഇങ്ങനത്തെ ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് ഞാൻ ഇങ്ങനെ കുറച്ച് എൻ്റെ ഒരു ലൈഫ് ഞാൻ എക്സ്പോസ് ചെയ്യുന്നത്. വീട്ടിലാരൊക്കെയാണ്? വീട്ടിൽ ഉപ്പ, ഉമ്മ, പിന്നെ 2 ബ്രദറുണ്ട്, പിന്നെ ഒരു ഉമ്മാമ്മയുണ്ട്. ക്യാമറ എന്ന ഉമ്മാമ്മയുടെ പെറ്റ് കൊച്ചുമോനാണോ? ആണ്. ഉമ്മാമ്മ എന്താ പറയുന്നത് ഫോട്ടോ ഒക്കെ കണ്ടിട്ട്? ഉമ്മാമ്മ സന്തോഷമാണ്. ഉമ്മാമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇത്രയും ഇതിലേക്ക് എല്ലാവരും വേറൊരു ആൾക്കാർ ഉമ്മാവനോട് പറയുമ്പോൾ ഉമ്മാമക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ പിന്നെ അടിപൊളി ഫോട്ടോകളൊക്കെ ഇങ്ങനെ എടുത്ത് പറഞ്ഞു.